മുക്തേശ്വര ക്ഷേത്രം ഒഡീഷയിലെ അതിപുരാതനവും മനോഹരവുമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മുക്തേശ്വര ക്ഷേത്രം. കലിംഗ വാസ്തുവിദ്യയുടെ രത്നം എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. ഒഡീഷയുടെ തലസ്ഥാനമായ ഭുവനേശ്വറിലാണ് മുക്തേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നഗരത്തിലെ മറ്റ് പ്രധാന ക്ഷേത്രങ്ങളായ ലിംഗരാജ ക്ഷേത്രത്തിനും പരശുരാമേശ്വര ക്ഷേത്രത്തിനും അടുത്തായാണ് ഈ മുക്തേശ്വര ക്ഷേത്രം നിലകൊള്ളുന്നത്. AD 10-ാം നൂറ്റാണ്ടിൽ സോമവംശി രാജവംശത്തിലെ യയാതി ഒന്നാമൻ രാജാവാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നത്. കലിംഗ വാസ്തുവിദ്യാശൈലിയുടെ ഒരു പുതിയ വികാസഘട്ടം ഈ ക്ഷേത്രത്തിൽ കാണാം നമുക്ക്. പ്രത്യേകിച്ച് ക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടത്തിലുള്ള അതിമനോഹരമായ കമാന രൂപം ഇതിനെയൊക്കെ സവിശേഷമാക്കുന്ന ഒന്നാണ്. മുക്തേശ്വരൻ എന്ന പേര് മുക്തി നൽകുന്ന ഈശ്വരൻ ആണ്. അതായത് സംസാര സാഗരത്തിൽ നിന്നുമുള്ള മോചനം നൽകുന്ന ഈശ്വരൻ ശിവൻ. ഇവിടെ വന്ന് പരമശിവനെ ആരാധിക്കുന്നവർക്ക് ജീവിതത്തിലെ കഷ്ടപ്പാടുകളിൽ നിന്ന് മോചനം ലഭിക്കുമെന്നും മരണശേഷം പുനർജന്മമില്ലാത്ത കൈവല്യം അല്ലെങ്കിൽ മുക്തി ലഭിക്കുമെന്നുമാണ് പ്രധാന വിശ്വാസം. യോഗികൾക്കും സാധുക്കൾക്കും ധ്യാനിക്കാനും ആത്മീയ ജ്ഞാനം നേടുവാനുമുള്ള ഒരു പ്രധാന കേന്ദ്രമായി പുരാതന കാലം മുതൽ ഈ സ്ഥലം അറിയപ്പെടുന്നു. ക്ഷേത്ര സമുച്ചയത്തിന് തൊട്ടടുത്തുള്ള ചെറിയ കുളമാണ് മാരീചി കുണ്ടം. 9-ാം നൂറ്റാണ്ടിൽ കലിംഗം ഭരിച്ചിരുന്ന ഒരു രാജാവിന് മാറാരോഗമായ കുഷ്ഠരോഗം വന്നു എന്ന് പറയുന്നു. പല ചികിത്സകൾ ചെയ്തിട്ടും ഫലമുണ്ടായില്ല. ഒടുവിൽ അദ്ദേഹം ഈ പുണ്യതീർത്ഥത്തിൽ സ്നാനം ചെയ്യുകയും മുക്തേശ്വരനെ ഭജിക്കുകയും ചെയ്തു. അത്ഭുതകരമെന്ന് പറയട്ടെ, അദ്ദേഹത്തിൻ്റെ രോഗം പൂർണ്ണമായും ഭേദമായി. ഇതിൻ്റെ നന്ദി സൂചകമായാണ് അദ്ദേഹം മനോഹരമായി ക്ഷേത്രം നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു. ഇന്നും ഈ കുളത്തിലെ ജലത്തിന് ദിവ്യശക്തിയുണ്ടെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. അശോകാഷ്ടമി നാളിൽ ഒഡീഷയിലെ ഒരു പ്രധാന ആഘോഷമാണിത്. രാത്രിയിൽ സന്താന സൗഭാഗ്യമില്ലാത്ത സ്ത്രീകൾ ഈ കുളത്തിൽ മുങ്ങിക്കുളിച്ചാൽ അവർക്ക് സത്സന്താനങ്ങൾ ലഭിക്കുമെന്നാണ് വിശ്വാസം. ഈ ചടങ്ങ് കാണാൻ അല്ലെങ്കിൽ ദർശിക്കുവാനായിട്ട് നല്ല തിരക്ക് ഇവിടെ അനുഭവപ്പെടാറുണ്ട്. മുക്തേശ്വര ക്ഷേത്രത്തിലെ ശില്പകലകളിൽ ബുദ്ധ ജൈന താന്ത്രിക സ്വാധീനങ്ങൾ കാണാം. ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിലെ സുന്ദരിമാരുടെ രൂപങ്ങളും അർദ്ധനാരീശ്വര രൂപങ്ങളും ഐഹിക ജീവിതവും ആത്മീയ ജീവിതവും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നു. ശിവൻ ഇവിടെ സിദ്ധേശ്വരൻ ആയും ആരാധിക്കപ്പെടുന്നു. താന്ത്രിക വിദ്യകൾ അഭ്യസിച്ചിരുന്നവർ സിദ്ധി കൈവരിക്കാനായി മുക്തേശ്വരനെ അനുഗ്രഹം നേടിയതായും പറയപ്പെടുന്നുണ്ട്. ഈ ക്ഷേത്രത്തിലെ ചുവരുകളിൽ ധാരാളം പുരാണ കഥകൾ കുത്തിവെച്ചിട്ടുണ്ട്. ലോക പ്രശസ്തമായ പഞ്ചതന്ത്ര കഥകളിലെ പല ഭാഗങ്ങളും ഈ ക്ഷേത്ര ചുവരുകളിൽ കാണാം. ഇത് സൂചിപ്പിക്കുന്നത് ഭക്തിയോടൊപ്പം തന്നെ ജീവിതത്തിന് ആവശ്യമായ പ്രായോഗിക ബുദ്ധിയും വിവേകവും നൽകുന്ന ഇടമായാണ് ഈ ക്ഷേത്രത്തെ കണ്ടിരുന്നത് എന്നാണ്. ലൗകിക സുഖങ്ങളെ പ്രതിനിധീകരിക്കുന്ന സുന്ദരിമാരുടെ രൂപങ്ങൾ പുറത്തും ആത്മീയ ശാന്തി നൽകുന്ന ശിവരൂപം അകത്തും പ്രതിഷ്ഠിച്ചിരിക്കുന്നത് മനുഷ്യൻ ഭൗതികതയിൽ നിന്നും ആത്മീയതയിലേക്ക് മാറണം എന്ന തത്വത്തെയാണ് കണക്കാക്കുന്നത്. സാധാരണയായി എല്ലാ ദിവസവും രാവിലെ 6:30 മുതൽ വൈകുന്നേരം 7:30 വരെ ക്ഷേത്രം ഭക്തർക്കായി തുറന്നു കൊടുക്കാറുണ്ട്. ഈ ക്ഷേത്രത്തിന് അടുത്തായിട്ട് തന്നെയാണ് പരശുരാമേശ്വര ക്ഷേത്രവും കേദാർ ഗൗരി ക്ഷേത്രവും സിദ്ധേശ്വര ക്ഷേത്രവും എല്ലാം സ്ഥിതി ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഒരു കർശന വസ്ത്രധാരണ രീതി ഇല്ല എങ്കിലും ക്ഷേത്രം ആയതിനാൽ നമ്മൾ എല്ലാം മാന്യമായ വസ്ത്രങ്ങൾ ധരിക്കുന്നതാണ് ഉചിതം. ഭുവനേശ്വറിൽ നിന്നും ഏകദേശം 4-5 കിലോമീറ്റർ ദൂരമാണ് ഈ പഴയ ഭുവനേശ്വറിലേക്കുള്ളത്. ഭുവനേശ്വർ സന്ദർശിക്കുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു വാസ്തുവിദ്യാ വിസ്മയം തന്നെയാണ് ഈ ഒരു ക്ഷേത്രം. ഈ ക്ഷേത്രം സന്ദർശിക്കുമ്പോൾ നേരത്തെ സൂചിപ്പിച്ച മറ്റു ക്ഷേത്രങ്ങളും നമുക്ക് ഒരുമിച്ച് സന്ദർശിക്കാം. പോകാം നമുക്ക് സാധനാപദത്തിനൊപ്പം ഈ ക്ഷേത്ര ദർശനത്തിനായി.